തെറ്റിദ്ധാരണ എന്നൊരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മരണത്തെക്കാളും പെയിൻഫുള്ളാണ് ചതി. അതിന്റെ പെയിൻ എന്താണെന്ന് ഈ പടം കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും. പക്ഷെ ഞാനത് കൂടുതൽ ഓപ്പണായിട്ട് ശരിക്കും അത് ആധികാരികമായിട്ട് പറഞ്ഞ റൈറ്റർ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കൊടുക്കട്ടെ. സ്വാഭാവികമായിട്ട് ഒരു ചതിയെന്നൊരു സാധനം വരുമ്പം എല്ലാവരും കൂടുതൽ പെണ്ണുങ്ങൾ അതേത്തൊന്നൊരു സാധനം കൂടുതലും പറയുന്നത് അല്ലേ? ഇതിലും അത് തന്നെ പറയുന്നത്. പക്ഷെ അത് അങ്ങനെ തന്നെ പറയുന്നത്. പക്ഷെ പടം കണ്ടിറങ്ങുമ്പോൾ അതൊന്നും അല്ല സത്യം എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. പെയിനാണ് കാരണം ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ പറയാൻ പറ്റൂല. അതല്ല ശരിക്കും അതിന്റെ സ്റ്റോറി ലൈൻ അതല്ല. ചെറിയ അതിനൊരു പെയിൻ ഉണ്ട്. ആ പെയിൻ എന്നുള്ള ഒരു കഥ തന്നെയാണ്, കിട്ടിയ അനുഭവമാണ്, അതിനകത്ത് കിട്ടിയൊരു സ്റ്റോറി തന്നെയാണ്. കരിമ്പടം പുതപ്പ് അറിയാലോ, പുതപ്പാണല്ലോ കരിമ്പടം, കറുത്ത കളറിലുള്ള. നമ്മളിതിനകത്ത് ജീവിതത്തിന്റെ ഒരു തിരശീല എന്ന് പറയുന്ന ഒരു അർത്ഥം കൂടെ ഉണ്ട്. ആ ഒരു അർത്ഥത്തിലും കൂടെയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ സ്പോയിലർ ആവുമോ എന്നാലും മരണശേഷം ഒരു വ്യക്തി കടന്നു പോണ വഴികളിൽ കൂടെയാണ് സിനിമ പോകുന്നത്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞില്ലേ സന്ദേശം, നമ്മളെല്ലാവർക്കും ലൈഫിൽ നമുക്ക് ഒരു ചാൻസ് ദൈവം തരും. നമ്മൾ പോകുന്ന വഴിയിലേക്ക് ഒരു ചാൻസ്, ഒരു താക്കോൽ. ഇതിലൊരു താക്കോലുണ്ട് ഈ ഫിലിമിൽ. ദൈവനായകൻ്റെ മുമ്പിൽ ഒരു താക്കോലിട്ട് കൊടുക്കുന്നുണ്ട്. ആ താക്കോൽ ചവിട്ടി പിടിച്ചാണ് പോകുന്നത് നായകൻ. കാര്യം അവൻ പകയിലാണ്, റിവെഞ്ചിലാണ്. അപ്പം ആ റിവെഞ്ചും പകയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലുള്ള ആ അവസരങ്ങൾ നമ്മൾ കാണുന്നില്ല എന്നൊരു സന്ദേശം ഈ ഫിലിമിലുണ്ട്. സ്ത്രീകളുടെ ദേഹത്തിനെ പറ്റി പറയുമ്പോൾ അതൊരു ഒരു പരിധിയുടെ ഇന്ന് ഉള്ള സത്യങ്ങൾ പല സത്യങ്ങളുണ്ടെങ്കിൽ അത് പറയാൻ കുറച്ച് മടി എല്ലാവർക്കും മടിയാണ്. അങ്ങനെ സ്ത്രീകൾ ആ സ്റ്റോറി ലൈനിന് വേണ്ടത് മാത്രം അതുകൊണ്ട് ഒരുപാട് വുമൻസ് കാർഡ് ഫിലിമിന് വേണ്ടിയിട്ടുണ്ട്. സ്ത്രീകളെ ഈ പറഞ്ഞ കണക്ക് റിവെഞ്ച് വരാൻ നേരത്ത് ഒരുപാട് സ്ത്രീകളെ ഈ പറഞ്ഞ അങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള രംഗങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് കാർഡ് ഫിലിമിന് വേണ്ടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഫിലിമിൻ്റെ ക്ലൈമാക്സ് അതെല്ലാം ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ക്ലൈമാക്സ്. മലയാളത്തിലെ ഒരു പുതിയ തേപ്പുകാരി വരികയാണെന്നൊരു എങ്ങനെയാണ് വരുന്നത്? നായിക തന്നെ തേക്കണമെന്നില്ലോ, നായിക തന്നെ തേക്കുന്നു. ഫസ്റ്റ് ഞാൻ എൻ്റെ പേര് തീർത്ഥ ഹരിദേവ്, ഹീറോയിനായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന. മൂവിയുടെ എക്സ്പീരിയൻസ് എൻ്റെ ഫസ്റ്റ് മൂവിയാ. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ സെലക്ട് ആയെന്ന് അറിഞ്ഞപ്പം സന്തോഷത്തിലുപരി ടെൻഷനായിരുന്നു. കാരണം എങ്ങനെ ഞാൻ അതിനെ ഫേസ് ചെയ്യും, ഓരോ സീൻ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആ ഒരു സെറ്റിൽ ചെന്നതിന് ശേഷം എനിക്ക് ആ ഒരു ടെൻഷൻ ഒന്നും അലട്ടിയിട്ടേ ഇല്ല. കാരണം സ്ക്രിപ്റ്റ് വന്നപ്പോൾ മനസ്സിലായില്ല, എനിക്ക് ഒട്ടും മനസ്സിലായില്ല. പിന്നെ ഞാൻ എൻ്റെ ഭാഗമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ ആ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഇതാക്കി. കാരണം അത്രയ്ക്കും പാവം പിടിച്ചൊരു പുള്ളിക്കാരത്തെയാണ്, എന്നെക്കാളും പാവം, അത്രയ്ക്കും പാവം. അപ്പം അങ്ങനെ അപ്പം ആ ഒരു കംഫർട്ട് സോണിൽ ഇപ്പം എല്ലാ ക്രൂവും, ഇപ്പം ഡയറക്ടർ തുടങ്ങി എല്ലാവരും, ആ സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും എന്നെ അത്രയും ആ ഒരു കംഫർട്ടാക്കിയായിരുന്നു ഓരോ ഷോട്ടും ചെയ്തത്. അപ്പം എനിക്ക് ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഫസ്റ്റ് മൂവി ഇറങ്ങുന്നതിൻ്റെതായുള്ള എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ക്രിപ്റ്റ് ഫുള്ള് കേട്ടില്ല, എന്നാലും ഫസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്റെ ഈ തരത്തിലൊരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ഫെമിനിസം പുറത്തിയാടിയോ? അങ്ങനെയില്ല. അതെ, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ശ്രമിക്കുന്നത് ഇതായതുകൊണ്ട് എനിക്കങ്ങനെ ആ ഒരു ഇത് നന്നായിട്ടില്ല ഇതുവരെ. മൂവിനെ പറ്റി റിവ്യൂ കണ്ട ഒരാളെന്നുള്ള ഒരു രീതിക്ക് പറയുകയാണെങ്കിൽ നല്ല പ്രതീക്ഷയുണ്ട്.
എപ്പോഴും പറഞ്ഞ പോലെ ആർക്കും അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു സിനിമ കണ്ടിട്ട് ഒരു ബാഡ് ഇത് ഉണ്ടാവത്തില്ലെന്ന് ഉറപ്പാണ്. കാരണം അത്രയും ഒരു വിശ്വാസം ഉണ്ടാകുന്നില്ല. റിവ്യൂ കണ്ട ഒരാളെന്ന നിലയ്ക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് നല്ലൊരു റിവ്യൂ തന്നെ ആയിരിക്കും കിട്ടുന്നുള്ളത്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും, ജെൻസിനായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും, എല്ലാവരും മനസ്സിലിരിക്കുന്ന ഒരു ഇതായിരിക്കും. അങ്ങനെ നെഞ്ചിലൊരു വിങ്ങലുണ്ടാവും ഇറങ്ങുമ്പോൾ, ഉറപ്പാ ഉണ്ടാവും. ഇത് കരിമ്പടം സിനിമയുടെ പ്രസിദ്ധീകരണല്ലേ? അല്ല, ഇത് എവിടെ ചെന്നാലും രേണുസുതി എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ചോദിച്ചെന്താണ്, രേണുസുതിയെ വിറ്റ് ഞാൻ തിന്നുന്നതാണ്. ഓക്കെ, ആ രേണുസുതിക്ക് ആകെ 34 കിലോ ഉണ്ട് വെയിറ്റ്. 2 വർഷത്തോളമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇവിടെ എങ്ങനെ വിൽക്കുക? ഒരു 10 ഗ്രാം വീതം കൊടുക്കേണ്ട ഒരാൾക്ക്. അങ്ങനെ കൊടുത്തെങ്കിൽ തന്നെ ഇപ്പം തീരണ്ടേ? അപ്പോൾ ഈ അസുഖം കൂടെ വന്നുകൊണ്ട് അതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം താങ്കൾ എത്ര കിലോ മേടിച്ചിട്ടുണ്ട്? ഇത് താങ്കൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ആൻസർ അല്ല. ഈ വിറ്റ് തിന്നുന്നു എന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. ആ വിറ്റ് തിന്നുക എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായില്ല. ഞാൻ ഒരു 1.5 വർഷം 2 വർഷത്തോളമായി രേണുസുതിയെ കണ്ടുമുട്ടിയിട്ട് അന്ന് മുതൽ ഈ നിമിഷം വരെ ഒരു ഫ്രണ്ടായിട്ടാണ് ഞാൻ അവളെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾക്കെതിരെ വരുന്ന അലിഗേഷൻസ്, അതായത് ആ പറയുന്നത് സത്യമല്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യം ഉള്ളത് മാത്രമാണ് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. മനസ്സിലായ? അത് വിറ്റ് നിന്നെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എനിക്കതിന് യാതൊരു വിഷയവുമില്ല. അതെ ഈ സോഷ്യൽ മീഡിയക്കാരുടെ തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയുന്നവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് എന്താണ് ശരി എന്ന് തോന്നുന്നത് ഞാൻ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. താങ്കൾ ഉദ്ദേശിക്കുന്നത് ഷെഫീന ബീബിയാണോ? എന്തിനാണ് നമ്മൾ വെറുതെ അവർക്ക് കൂടെ ഹൈപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നല്ല ഹൈപ്പിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്, എന്നെ ഏറിലിട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണത്. ഞാൻ 2-3 വീഡിയോ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് എനിക്ക് ശരിക്കും അവരെ വ്യക്തി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീയെ ഏത് രീതിയിൽ എങ്ങനെ ഒക്കെ അധിക്ഷേപിക്കാമോ അതിൻ്റെ അങ്ങേയറ്റം മാക്സിമം കൊണ്ടുപോയി കീറി മുറിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവരെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ, മഞ്ജു പിള്ളയുടെ മോളുടെ ഒരു കാര്യത്തെ കുറിച്ച് വന്നിരിക്കുന്ന ഇപ്പൊ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത് എന്നെ ഏറിട്ട് ആട്ടാനെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പം എത്രത്തോളം പോകുന്നു അങ്ങ് പൊക്കോട്ടെ, എനിക്ക് വിഷയമില്ല. കാരണം ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ആ കുട്ടി ആ ഡ്രസ്സ് യൂസ് ചെയ്തിട്ട് റോഡിലൂടെയാണോ നടന്നു പോയത്? അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസ്ഥലത്താണോ വന്ന് നിന്നത്? അവളുടെ പാഷനാണ്. ആ ഫാഷൻ ഷോയിൽ ആ ഒരു സ്റ്റുഡിയോയിൽ ചെയ്ത ഒരു ഫോട്ടോഷൂട്ടാണ്. മാത്രമല്ല അതൊരു 3 വർഷത്തിന് മുന്നേ ഉള്ളതുമാണ്. മനസ്സിലായ? അപ്പം നമ്മൾ ഓരോ പ്രൊഫഷൻ ഏറ്റെടുക്കും. ഇപ്പൊ ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഇപ്പൊ എനിക്ക് തരുന്ന ക്യാരക്ടറിന് എനിക്ക് പറ്റിയ കോസ്റ്റ്യൂം തരുമ്പോൾ അതെനിക്ക് പറ്റില്ല എന്ന് പറയുവാണെങ്കിൽ ഡയറക്ടർ എന്ന് പറയും വീട്ടിൽ പോയിരിക്കാൻ പറയും. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷൻ എന്താണോ അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം ധരിക്കുന്നതിന് എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല. അപ്പൊ ഈ കുട്ടി പുറത്താണ്, അതായത് ഈ കോസ്റ്റ്യൂം ധരിച്ച് നമ്മുടെ സമൂഹത്തിലാണ് ഇറങ്ങി വന്നതെങ്കിൽ തെറ്റ് തന്നെയാണ്. പക്ഷെ അവിടെ പാഷൻ ഇല്ലായിരുന്നത്. അത് ഇത്രത്തോളം അത് പറയേണ്ടുന്ന ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് പറയും. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര വിചാരമായിട്ട് ഈ ഒരു 3 വർഷമായി ഈ സിനിമ തുടങ്ങിയിട്ട്. പക്ഷെ ഞാൻ വന്നിട്ട് ഒരു 1.5 വർഷമായി ഇതിൽ ജോയിൻ ചെയ്തിട്ട് 1.5 വർഷമാവുന്നു. അപ്പം ഞാൻ ഏഷ്യാനെറ്റിൽ കാതോട് എന്ന് പറഞ്ഞൊരു സീരിയല് അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനകത്ത് പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചു പറഞ്ഞത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കോസ്റ്റ്യൂം കൊണ്ടുവരാനാണ്. ഞാൻ കൊണ്ടുപോയതെല്ലാം നല്ല കോസ്റ്റ്ലി സാരിയൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ആ ക്യാരക്ടർ അല്ല, ഒരു നിർദ്ദയ കുടുംബത്തിലെ ഒരു യുവതിയാണ് വേഷമൊന്നും. അപ്പം എൻ്റെ കൂടെ അഭിനയിക്കാൻ ഷിബിന എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഷിബിന ഈ സിനിമയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കുറച്ച് അഭിനയിച്ചിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അവളുടെ സാരിയും ബ്ലൗസും എനിക്കത് യൂസ് ചെയ്യാൻ തന്നു കഴിഞ്ഞപ്പോൾ അത് കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ട് എനിക്ക് അന്നേരം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇവളിങ്ങനെ പറഞ്ഞു, എനിക്ക് പള്ളിക്കര വെച്ചാണ് ബാക്കി സിനിമയുടെ ഷൂട്ട്, അപ്പൊ നിനക്ക് പറ്റുമെങ്കിൽ അവിടെ കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സാരിയുമായിട്ട് ഞാൻ ഇവിടെ പോയപ്പോൾ കാറിനകത്ത് ഇതെല്ലാം ഇരിപ്പുണ്ട്. അനസക്കുണ്ട്, അമലാഖുണ്ട്, അനീഷുണ്ടായിരുന്നു, അനീഷുണ്ട്, ഒത്തിരി പേരുണ്ടായിരുന്ന കാറിനകത്ത്. അപ്പം ഈ കോസ്റ്റ്യൂം കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ പറഞ്ഞു ഇതൊക്കെ ഡയറക്ടറാണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. അപ്പൊ ഞാൻ വെറുതെ എന്നെ ചോദിച്ചു, ഞങ്ങളൊക്കെ അഭിനയിക്കുന്നൊക്കെയാണ്, ഞങ്ങൾക്കൂടെ ഒരു ചാൻസ് തരണേ. ആ ഒരൊറ്റ വാക്കിലാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. അത് മാത്രമല്ല എൻ്റെ മോനും ഇതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്.
അത് ഒരു ട്വിസ്റ്റ് തന്നെയാണ്. ഇവിടെ എത്തപ്പെടാൻ പറ്റിയ ഒരു ട്വിസ്റ്റാണ് ആ ഷിബിര എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി. അങ്ങനെയാണ് ഞാൻ ഇതിൽ എത്തപ്പെട്ടത്. ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ. എൻ്റെ പേര് അനീഷ് മലമണ്ണാണ്. ഞാൻ ഈ കരിമ്പുഴ എന്ന് പറയുന്ന മൂവിയിൽ അക്ബർ എന്ന് പറയുന്ന കഥാപാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഏകദേശം ഫിലിം 2.5 മണിക്കൂറാണ്. 1.5 മണിക്കൂറോളം ഈ ഫിലിമിൻ്റെ കഥ കൊണ്ടുപോകുന്നൊരു ക്യാരക്ടറാണ് അക്ബർ എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് മെയിൻ ഹീറോയ്ക്ക് അവിടെ ബാറ്റം കൈമാറുന്ന കണക്ക് ലീഡ് കൈമാറി. അങ്ങനെയാണ് ഈ ഫിലിമിൻ്റെ ഒരു പോക്ക്. അപ്പം അനുസരിനെ കുറിച്ച് നമ്മുടെ റൈറ്ററും മെയിൻ ഹീറോയൊക്കെ അനുസരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്താണ്. നമ്മൾ നേരത്തെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. അത് RDX എന്ന് പേരുള്ള RDX സിനിമ ഇറങ്ങുന്നതിന് മുമ്പാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നത്. അപ്പം അത് അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്ത അതിൻ്റെ ഡയറക്ടർ നമ്മളെ ജലീൽ തന്നെയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു സിനിമ പ്ലാൻ ചെയ്ത് ചെറിയൊരു തോട്ടിൽ നിന്നും ഈ ഒരു വലിയൊരു കഥയിലേക്ക് വരികയായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ സിനിമ ഈ ഒരു രീതിയിൽ എത്തിപ്പെട്ടത്. ഈ പറഞ്ഞ കണക്ക് ഡയറക്ടറും റൈറ്ററും ഒക്കെ പറഞ്ഞാൽ ഇതൊരു പുതിയ ജേണറാണ്. മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു ജേണറിലെ സിനിമ വന്നിട്ടില്ല. അപ്പം ഞാൻ ഇതിൻ്റെ പ്രിവ്യൂ കണ്ടിരുന്നു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനൊക്കെ ഈ കുട്ടിയൊക്കെ പറഞ്ഞ കണക്ക് ഇത് കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു വിങ്ങൽ, നമ്മൾ ഈ ആകാശത്ത് സിനിമയെ കാണുമ്പോൾ ഉള്ളൊരു ഫീലല്ലേ, അതെനിക്ക് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ പ്രേക്ഷകർക്കെല്ലാം ആ രീതിയിൽ തന്നെ കണക്റ്റ് ആവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതേമാതിരി ഇത് 1 ടൈം വാച്ചബിൾ അല്ല. അപ്പം ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സ്റ്റോറി ആയിരിക്കത്തില്ല രണ്ടാമത് കാണുമ്പോൾ. അപ്പോഴേ നമുക്ക് റിയലായിട്ട് എന്താണ് റൈറ്ററും ഡയറക്ടറും ഒക്കെ ഉദ്ദേശിച്ചത് മനസ്സിലാകത്തുള്ളൂ. താങ്ക് യു. എൻ്റെ പേര് ശാരിക നായർ. ഈ സിനിമയുടെ തീയമ്മ എന്ന് പറഞ്ഞൊരു ശക്തമായൊരു കഥാപാത്രത്തെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ കഥാപാത്രത്തിൻ്റെ ആദ്യം ഈ കഥ പറഞ്ഞ സമയത്ത് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. രണ്ടാമത് ഞാൻ വീണ്ടും ചോദിച്ചു, അനുസരിക്കാൻ കഥ ഒന്നുകൂടെ പറയുമോ? അനുസരിച്ച് കഥ പറഞ്ഞു. ഞാൻ ഇതെന്താ ചരിത്ര നാടകമോ ചോദിച്ചു. നിനക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഞാൻ എനിക്ക് വയ്യ തീയമോ തമിഴ് ക്യാരക്ടർ എന്തൊക്കെയാണ് കോസ്റ്റ്യൂം, അത് എനിക്കൊന്ന് വയ്യ ഷർട്ട് ഇട്ട് പിന്നെ എന്താ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിട്ടൊക്കെ നടക്കാനെന്നാണ്. നിനക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവാത്തതുകൊണ്ടാണ് നീ വരാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ സെറ്റ് ചെന്നു. ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അവിടെ ചെന്ന് ഷൂട്ടിന് വന്നപ്പോഴത്തേക്ക് അനീഷ് എന്നോട് പറഞ്ഞു, ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് തീയമ്മ. ശക്തമായ കഥാപാത്രം. അപ്പോഴ് ഞാൻ സത്യം പറഞ്ഞാൽ അന്നേരം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. അത് ഞാനിങ്ങനെ കഥ കേട്ടെങ്കിൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ആ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് എന്താണെന്ന് സത്യമായിട്ടും വ്യക്തമായത്. പിന്നീട് ഞാൻ ആ ക്യാരക്ടറായിട്ട് മാറി. വീട്ടിൽ ചെന്നിട്ട് പോലും എനിക്ക് ആ ക്യാരക്ടറിൽ നിന്ന് പുറത്തു പോയിട്ടില്ലായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു കഥാപാത്രം. മുമ്പ് ഞാൻ അവിരാജന്റെ സ്വന്തം കത്തി എന്ന മൂവിയിൽ ഹീറോയിനായിട്ട് ചെയ്ത ആളാണ്. ആ സിനിമയിൽ ഫുള്ളുണ്ടെങ്കിലും എനിക്ക് അതിനെ കഴിഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇതാണ്. ഇത് 3 വർഷത്തോളം വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ഇതിനകത്ത് എല്ലാവരുടെ എഫേർട്ട് അത്രത്തോളം ഉണ്ട്. ഡെയിലി കഴിഞ്ഞ് ഷൂട്ട് വെച്ചത് മൊത്തം നൈറ്റായിരുന്നു അല്ലേ. നൈറ്റാണ് കൂടുതലും ഷൂട്ട് ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ കുറച്ച് ഡാർക്ക്നെസ്സും എന്താ പറയുന്നത് വയലൻസൊക്കെ ഒരുപാട് ഉണ്ടായിട്ട് കുറേ കട്ട് ചെയ്തിട്ട് ആളേണ്ടി വന്നു. അപ്പം വയലൻസ് ഉണ്ട്, ഡാർക്ക്നെസ് ഉണ്ട്, പിന്നെ ലവ് ഉണ്ട്. അതിലൂടെ ചതി എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് ചതിച്ചതല്ല, അത് നമുക്ക് തെറ്റിദ്ധാരണയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാകുന്നുണ്ട്. ആരെയും വെറുതെ അങ്ങ് തെറ്റിദ്ധരിക്കരുത്. ഒരാൾ ചതിക്കുന്നതായിരിക്കത്തില്ല. ചിലപ്പോൾ അവർ ലേഡി ആയാലും ഒരു പുരുഷനായാലും ചിലപ്പോൾ അവരെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതായിരിക്കാം. അതൊക്കെ ഈ സിനിമയിലൂടെ പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയൊരു മൂവിയാണ് ഇത്. ഇതുവരെ ഇങ്ങനെ ഒരു ജേണറിൽ ഒരു സിനിമ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ജേണറിൽ കൂടെ ഒരു സിനിമ പോകുന്നത്. നല്ലൊരു പ്രതീക്ഷയാണ്. 7-ാം തീയതി എല്ലാം പ്രേക്ഷകരുടെ കയ്യിലിരിക്കുകയാണ് ഈ മൂവിയുടെ എല്ലാം. ഇനി അവരാണ് തീരുമാനിക്കേണ്ടത്.
അവിടെ അഭിനയിച്ചതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇത് എന്താ എടുത്തു പറയാനും വേണ്ടിയിട്ടില്ല, എല്ലാവരും ബെറ്ററായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യം അവിടെ വന്നിട്ടില്ല. സെറ്റ് ചെയ്തിട്ട് എല്ലാവരും ഫ്രണ്ട്ലിയാണ്. ആർക്കും പിന്നെ ഡയറക്ടറെന്നോ സ്ക്രിപ്റ്റ് റൈറ്ററെന്നോ നായകനോ നായികയോ അങ്ങനെ ഒരു കഥാപാത്രത്തിനും വേർതിരിച്ച് ആർക്കും ഒരു ഇതില്ല. എല്ലാവരും എല്ലാം ചെയ്യുന്നവരാണ്. എന്താ അതെ, പാമ്പ് കടിയോ അല്ല പുലികടിയോ ആന കുത്തോ അങ്ങനെ വല്ലാനുള്ള പേടിയേ ഉള്ളായിരുന്നു. വേറെ ഒന്നുമില്ല. കാര്യം വല്ല മലയുടെയും കുന്നിന്റെ മുകളിലൊക്കെ ആയിരുന്നു ഷൂട്ട്. കാട്ടിന്റെ ഇടയിൽ ഒക്കെയാ നൈറ്റൊക്കെ പ്രേതബാധയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് നടന്നത്. എന്തിനും മലയുടെ മുകളിൽ ഏതാ മല? ചേറ്റുപാറ എന്ന് പറയുന്നൊരു മലയുടെ മുകളിലൊക്കെ ആയിരുന്നു. ഒരു പഴയൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ്, അവിടെ ശവകല്ലറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും പേടിച്ചിട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. സാർ അവിടെ വന്നിട്ടില്ല, സാറിന് അവിടെ വന്നിട്ടില്ല. പേടിയുള്ള ആൾക്കാരെ അങ്ങോട്ട് വേണ്ട. അതെ അതെ. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ആയൂരാണ് സ്ഥലം. ഞാനാണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. ഏത് തരത്തിൽ വേണമെന്നുള്ള നിർദ്ദേശമാണ് ഡാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. അത് അങ്ങനെ ചെയ്യാനായിട്ട് ഈ സിനിമയ്ക്ക് എന്താണ് തോന്നുന്നത്? ഇതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് ആദ്യം വായിക്കാൻ തന്നായിരുന്നു. അനുസരിച്ച് ചേർന്നിരിക്കുന്നതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കാനുണ്ട്. വായിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിന് ഇഷ്ടമുള്ള ഒരു കളർ തീം കണ്ടുപിടിച്ചിട്ട് ചെയ്യും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷൂട്ടിൻ്റെ സമയം കുറച്ച് കൂടുതലാണ്. അതായത് 1 വർഷം 6 മാസം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ മേക്കോപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അത് കൂടി 1 വർഷം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് ഒക്കെ ആയി. അപ്പം ആ ഒരു കളർ ആദ്യം മുതലുള്ള കളർ ടോൺ പിടിക്കണം. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ക്യാമറ ഒരു പ്രശ്നമാണ്. അതായത് റെന്റിന് എടുത്തു കഴിഞ്ഞാൽ പല ക്യാമറ ആയിരിക്കും കിട്ടുന്നത്, പല ലെൻസുകളായിരിക്കും കിട്ടുന്നത്. അപ്പം കളർ ടോണുകൾ മാറും, സെറ്റിങ്സുകൾ മാറും. അപ്പം ഞങ്ങൾ ഒരു ക്യാമറ മേടിക്കാൻ നോക്കി, പോയി ഒരു ക്യാമറ വാങ്ങിച്ചു. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് കുറച്ച് റിസർച്ച് ചെയ്യാൻ തോന്നുന്നു. അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വില്ലേജിലുള്ള ഒരു കഥയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഗ്രീനിഷാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവി ഒരു ഡാർക്കിലോട്ട് പോകുന്നു. പിന്നെ അതൊരു വൈറ്റിന്നും ഡാർക്കിലോട്ടും പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കളർ ടോൺ കണ്ടുപിടിക്കും. അപ്പം അങ്ങനെ ഒരു ക്യാമറ വേണം. അപ്പം അങ്ങനെയുള്ള കളർ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോഴത്തേക്കും എസ്എംഎസ് എന്ന് പറയുന്ന ക്യാമറ ഞങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ അതിന് പറ്റിയൊരു ലെൻസ് വേണം. അപ്പോൾ പിന്നെ മറ്റുള്ള ലെൻസുകളൊക്കെ നോക്കിയിട്ട് ഒരു സോഫ്റ്റ് ലെൻസ് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തു. അപ്പോൾ പിന്നെ പോയി കളർ ടോൺ കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീനും വേണം, ഗ്രേയും വേണം, ഡാർക്കും വേണം, ഒരു ഗോൾഡൻ കളർ. അപ്പോൾ ഇത്രയും കളറും കൂടെ ഒരു എങ്ങനെയാ ഒന്ന് കൂട്ടിക്കലർത്തിയുള്ള ഒരു കളർ ടോൺ കാണുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയുള്ളതാണ്. താങ്കളുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതെ അതെ. സിനിമയെ കുറിച്ച് എന്താണ് പ്രതീക്ഷ? സിനിമയെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണ്. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. എന്താണ് പറഞ്ഞത്? പെളിമൊഴി പറഞ്ഞത് ജീവനിൽ കൊതിയുള്ളവർ സമരത്തിന് മുതിരാതെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങും. ജീവനേക്കാൾ വലുതല്ല ഒരു സമരവും. ഇത് നമ്മൾ നെഗറ്റീവായിട്ട് എടുത്ത് നമ്മൾ വേറെ തിരിഞ്ഞ് ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കേ. അവരാ പറഞ്ഞ വാക്ക് ആ ഒരു അല്ല അവര് പറഞ്ഞത് ഈ രാഷ്ട്രീയക്കാരെ അതെ അത് വാണിങ്ങാക്കി കണ്ടുകൂടെ. ഈ ആൾക്കാർ ഇങ്ങനെ ചെയ്യും, അവര് വാണിങ്ങായിട്ട് കൊടുത്തിടും, അങ്ങനെ എടുക്കാറില്ല. എന്ത് അവരുടെ പാർട്ടിക്കാർക്ക് അവരുടെ പാർട്ടിക്കാർ ഇങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ട്. നിങ്ങൾ അങ്ങനെ പോകരുത്, നിങ്ങളുടെ ജീവിതമല്ലേ നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകും. അങ്ങനെ എടുക്കാത്ത എന്ത് അതെ മഹാത്മാഗാന്ധി ജീവൻ അതെ
അല്ല അന്നേരം ഇപ്പൊ ഇതിന് എത്ര ജീവൻ നഷ്ടപ്പെട്ടു, എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. മാത്രം പറയുന്ന ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ മക്കളോടാ പറയുന്നെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കും, വെളിപാടി പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും സംസാരിച്ചിട്ടുണ്ടാവും. നമ്മുടെ മക്കളോടാണ് നമ്മൾ പറയുന്നത്. ആ ഒരു സെൻസ് എടുക്കാതെ ആ രീതിയിൽ പോവാം. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ഒഴിവായി മാറുന്ന പേടിച്ച് മാറുന്ന എവിടെയും ഒന്നും രണ്ട് ഭാഗമുണ്ട്. ഇല്ല, നമ്മള് നമ്മുടെ ആ ഒരു സൈഡ് അല്ല രണ്ട്, അത് ഞാൻ പറഞ്ഞ അതാണ്, രണ്ട് സൈഡ് ഉണ്ടെങ്കിൽ ആ ഒരു വാക്കില് രണ്ട് സൈഡ് നമുക്ക് ചിന്തിക്കാം. ഞാനൊരു ഈ പറഞ്ഞ എനിക്ക് വലിയ ഈ രാഷ്ട്രീയം കുറിച്ച് ഏൽപ്പിച്ചിട്ടില്ല. ആ ഒരു വാക്കിൽ ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ട് എന്നുള്ളതിലാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, ഒരിക്കലും ഞാൻ സൈഡ് എന്നല്ല പറഞ്ഞത്. അവര് പറഞ്ഞിപ്പോ എന്റെ മോനിപ്പോ സമരത്തിന് പോകും. ഞാൻ പറഞ്ഞു മോനെ നീ അങ്ങോട്ട് പോകല്ലേടാ, അവിടെ വെറുതെ ഇതിന് ആവശ്യമില്ലാത്ത വിഷയത്തിലൊക്കെ ചെന്ന് പെടരുത്. ആ പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെയും പറയാം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സൈഡ് പറഞ്ഞെന്നല്ല പറയുന്നത്. ലൈവ് വീഡിയോ ഉണ്ടല്ലോ. അതെ, ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് അത് സത്യം തന്നെയാണ്. ഇപ്പൊ ഇത്ര കൊച്ചുങ്ങൾ, എത്ര കുടുംബത്തിന്, എത്ര അമ്മയ്ക്കും അച്ഛനും കുഞ്ഞിനും നഷ്ടമായി. അതാണ് നമ്മൾ ആ നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ അമ്മയുടെ സ്ഥാനത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ മനസ്സിൽ പകരും അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കൊല്ലല്ലേ. അതായത് ഇപ്പൊ നീറ്റ് എഴുതിയ ഒരു വ്യക്തി, ഒരു നീറ്റ് ആസ്പിറന്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാം, ഒരു കുട്ടിയുടെ സ്വപ്നവും പ്രതീക്ഷയോ, കുട്ടിയുടെ മാത്രമല്ല ഒരു കുടുംബത്തിന്റെ മൊത്തം. അതായത് ഇപ്പം ഓരോ വീട്ടിൽ ഓരോ സാഹചര്യമായിരിക്കും. ഇപ്പൊ ഒരാൾക്ക് പ്രൈവറ്റ് ആയിട്ട് ഇപ്പം ഒരു വീട്ടിലെ കുട്ടിയുടെ സാഹചര്യത്തിൽ പുറത്തു വിട്ട് പഠിപ്പിക്കാൻ പറ്റാത്തവരാണ് മിക്കവാറും ഈ നീറ്റ് ഗവൺമെന്റ് സീറ്റ് കിട്ടട്ടെന്നുള്ള രീതിയിൽ പോകുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ അത്രയും നാളത്തെ കഷ്ടപ്പാട്, ഇപ്പൊ നീറ്റ് എന്ന് പറയുമ്പോൾ അറിയാം അത്രയും വലിയൊരു ഓൾ ഇന്ത്യ ലെവൽ എക്സാമാണ്. അത് പഠിച്ച് കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അല്ലേ? അപ്പൊ അതിൽ ഇത്രയും വലിയൊരു കള്ളം കാണിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് കുട്ടികളുടെ കൂടെ അല്ലേ നിൽക്കേണ്ടത് അല്ലേ? തെറ്റിന്റെ ഭാഗത്താണോ നിൽക്കേണ്ടത്? നമ്മൾ കുട്ടികളുടെ കൂടെ നിൽക്കേണ്ടത്. അവരുടെ നിഷ്കളങ്കത, അവരുടെ സ്വപ്നം, അവരുടെ പ്രതീക്ഷയാണ് നമ്മുടെ കൂടെ നിൽക്കേണ്ടത്. അതിപ്പോ ശരിയാണ്, നമ്മുടെ കുട്ടികളുടെ ജീവനായിരിക്കും നമുക്ക് വലുത്. പക്ഷെ എങ്കിലും അവരുടെ സ്വപ്നത്തിന്റെ കൂടെ നമ്മൾ നിൽക്കണം. ജീവൻ കിട്ടണമെന്ന് പറഞ്ഞാൽ എത്രയോ പിള്ളേരുടെ പ്രതീക്ഷ നശിക്കുന്നത്. അതിലല്ലല്ലോ കൂട്ടുന്നത്. പ്രത്യേകിച്ച് പേളിമാണി എന്ന് പറയുന്നത് അത്രയും ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ. ഇപ്പൊ ഞാനടക്കമുള്ള കുട്ടികളായാലും മുതിർന്നവരായാലും അതൊരു വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്തിട്ട് വരെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ അത്രയും വലിയൊരു വ്യക്തി ചിലപ്പോൾ പുള്ളിക്കാർക്ക് ആ ഒരു മീനിലല്ലായിരിക്കാം പറഞ്ഞത്. പക്ഷെ നമ്മള് എല്ലാവരും ആ ഒരു ഇതിലാണ് കണ്ടേക്കുന്നത് അല്ലേ? ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. കാരണം ഒരു കുട്ടി എന്നുള്ള നിലയിലും അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്, മനസ്സിലായി? അപ്പം എന്താ പറയുന്നത്, അത്രയും വലിയൊരു ഇതിൽ പറയേണ്ട കാര്യം ഇല്ലായിരുന്നു. കുട്ടികളെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കേണ്ടത് അല്ലേ? എനിക്കത് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. വലിയൊരു വിജയമായി മാറട്ടെ. ഓക്കെ, എല്ലാരും കാണണം. ജെനുവിനായിട്ടുള്ള അഭിപ്രായം അത് പറയണം. ഫസ്റ്റ് മൂവിയാണ് നമ്മൾ കഴിഞ്ഞു